കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു. പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണവും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു. പ്രമുഖ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സ്കൂൾ മാനേജർ ടി പ്രസന്നകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അശോക് കുമാർ വി കെ സമാധി ദിന സന്ദേശം നൽകി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം അജിത സൗദവും ദിനാചരണ കമ്മിറ്റി ജനറൽ കൺവീനർ ബാബു രാമേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കണിച്ചുകുളങ്ങര ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ പൊഴിക്കൽ, സ്കൂൾ മാനേജർ ടി പ്രസന്നകുമാർ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനു പുതിയായിവിളി, സഞ്ജു പോക്കാട്ട്, ഷാനിമുൻ കരിയിൽ, പ്രധാനാധ്യാപകരായ സുജിഷ, ഷീബ എന്നിവർ സംസാരിച്ചു. ഇനിയാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ 26 അക്ഷരമാലയിൽ എന്തുകൊണ്ടാണ് എക്സും വൈയും, എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രം പറഞ്ഞേ? ലാസ്റ്റ് അക്ഷരം എക്സും വൈയും അല്ലല്ലോ, വൈയും സെഡും അല്ലേ? എന്താ സെഡ് ബാക്കി വെച്ചത്? ആലോചിക്കണം. സെഡ് എന്തുകൊണ്ട് ബാക്കി വെച്ചു? അതറിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക മക്കളെ, നിങ്ങൾക്ക് പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും പോരാ. ത്രിമാനമാണ് ഈ പ്രകൃതി, പ്രതലമല്ല. പ്രതലത്തിലാണ് എക്സും വൈയും എന്ന പ്രകൃതി. ഈ സമൂഹവും ഈ പ്രകൃതിയും ഈ കാലവും ഈ ദേശത്തോട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ഒരു ആക്സിസ് കൂടിയുണ്ട്, സെഡ് ആക്സിസ്. ഇങ്ങനെ ഒരു വരയുണ്ട്. അവിടെയാണ് ഗുരുദേവന്റെ ദർശനങ്ങളുടെ പ്രസക്തി. സാമൂഹ്യ ബന്ധം നിങ്ങൾക്കുണ്ടാവണം. പ്രകൃതിയോടും സമൂഹത്തോടും കാലത്തോടും ദേശത്തോടും നിങ്ങൾ കണക്ട് ചെയ്യണം. അക്കാര്യത്തിൽ ഇന്ന് കുട്ടികൾ പറയില്ല. അവരെല്ലാം തലകുമ്പിട്ട് ഫേസ്ബുക്കിന്റെ എഫിന്റെ തല പോലെ ലോകത്തെ കാണുന്നില്ല. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്. കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട്, കാതെടുത്ത് കമിഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നത് ഇവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്, പൈസ ഉണ്ടാക്കാൻ മാത്രം ചിന്ത. കുട്ടികൾ എന്തിനാ പഠിക്കുന്നത്? നല്ലോണം പ്ലേസ്മെന്റ് കിട്ടാൻ. പ്ലേസ്മെന്റ് കിട്ടിയിട്ടോ ജോലി കിട്ടി, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങിയിട്ടോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എന്നിട്ടോ കൊട്ടാരം പോലത്തെ വീടെടുക്കും, വീടെടുത്തിട്ടോ കപ്പൽ പോലത്തെ കാറ് വാങ്ങും. എന്നിട്ട് വീടിന് ചുറ്റും വലിയ മതിൽ കെട്ടും.